നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന കറി ഒരു നാടൻ കറിയാണ്. മുരിങ്ങയിലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. മുരിങ്ങയില ആണ് ഇത്. 2 പിടി മുരിങ്ങയിലയുണ്ട്. ഞാൻ നമ്മളത് അടർത്തിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ഒരു കിഴുത്തിലുള്ള പാത്രത്തിലോട്ട് വെള്ളമൊക്കെ പോയിട്ടാണ് ഞാനിത് ചെറുതായിട്ട് അടർത്തി എടുത്തേക്കുന്നത്. വെള്ളനനം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല, വെള്ളനനം ഒന്നുമില്ല. അതുപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് തേങ്ങ. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 കൂട്ടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4-5 കൂട്ടം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1/4 സ്പൂൺ ജീരകം, കൊച്ചു ജീരകം ഇല്ലേ, ജീരകം ചേർക്കാം. അതിനകത്തോട്ട് 1/4 സ്പൂൺ ആയാലും മതി. മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക്. അത് ഒരു മുളക് പൊടി നമുക്ക് ചേർക്കാം. ഒരു ശർക്കര വേണം, ഒരുപാട് വേണ്ട. ഒരു 1/4 സ്പൂണിൻ്റെ അത്ര പോലും വേണ്ട. നോക്കിയിട്ട് ഇത്രയും നമുക്കിതൊന്ന് അരയ്ക്കണം. മുരിങ്ങയിലക്കറി എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. മുരിങ്ങയില നിൽക്കാത്ത നമുക്ക് അയണിൻ്റെ അംശമുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. മുരിങ്ങയില കഴിക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് മുരിങ്ങയില ഇല എടുത്ത് കൊച്ചുള്ളിയോടെ ഇട്ട് തിളപ്പിച്ച്, കുഞ്ഞു പിള്ളേരില്ലേ, 1 വയസ്സൊക്കെ കഴിഞ്ഞ കൊച്ചുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരുപാട് വേണ്ട. എന്നാലും ഒരുപാട് വെള്ളം വേണ്ട. നല്ലതായിട്ടൊന്ന് അരയണം. പിന്നെ മുരിങ്ങയില എന്ന് പറയുന്നത് കാഴ്ചശക്തിക്ക് നല്ല ഒരു സാധനമാണ് മുരിങ്ങയില. നമുക്കൊന്ന് നമ്മൾ അരച്ചിട്ടുണ്ട്, ഒരുപാട് അരയണ്ട. എന്നാലും നല്ലതായിട്ട് ഒരുമാതിരി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ രീതി നമുക്ക് അരച്ചാൽ മതി. നമുക്കിനി എന്തെന്നാൽ ഒരു പാനിലെടുക്കണം. ഒരു പാനിലെടുക്കാം. സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാവണം. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 1.5 സ്പൂൺ എണ്ണ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കാം. നമുക്ക് അതിനകത്തോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഈ കൊച്ചുള്ളി അങ്ങ് ഇട്ടോക്കാം. കുറേ കൊച്ചുള്ളി ഉണ്ട്, ഒരു 10-12 കൂട്ടം കൊച്ചുള്ളി ഉണ്ട്. നമുക്ക് അരിഞ്ഞതാണ്. നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചവി ഒന്ന് മാറണം. കൊച്ചുള്ളിയുടെ ഒരു പച്ചച്ചവി ഒന്ന് മാറണം. ഇങ്ങനെ പച്ചച്ചവി ഒന്ന് മാറിയിട്ട് നമുക്ക് എന്നിട്ട് ഈ മുരിങ്ങയില ഇല്ലേ, മുരിങ്ങയില നമുക്ക് ഇട്ട് കൊടുക്കണം. മുരിങ്ങയില കറി എന്ന് പറയുന്നത് പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് വീട്ടിനകത്ത് ചിലപ്പോൾ അത് നമുക്കൊന്നുമില്ല, മീനും അതുപോലെ മലക്കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ നമ്മുടെ മുരിങ്ങയില നമ്മൾ മിറ്റത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് ഒരു വിഷാംശമാവട്ടെ ഒന്നുമില്ലാത്ത ഫ്രഷ് സാധനമാണ് നമ്മൾ മുരിങ്ങയില. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം, നല്ലതാണ്. നമുക്ക് ഈ മുരിങ്ങയില അങ്ങോട്ട് ഇടാം. 2 പിടി മുരിങ്ങയിലയുണ്ട് ഞാൻ, നമുക്ക് ഇടാം. മുരിങ്ങയിലൊക്കെ നമ്മൾ കഴിക്കണം നന്നായിട്ട്. മുരിങ്ങയില തോരനും മുരിങ്ങയിലൊക്കെ കഴിക്കണം. നല്ല കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. നമുക്ക് അതിനകത്തോട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. ഉപ്പ് കൂടിപ്പോയാലും പിന്നെ അത് പ്രശ്നമാണ്. അതിനകത്ത് നല്ല നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങയില ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു കയർപ്പ് വരും മുരിങ്ങയിലയ്ക്ക്. ഇലവർഗ്ഗത്തിന് നല്ലൊരു കയർപ്പുണ്ടല്ലോ, അതുപോലെ കയർപ്പ് വരും. അതുകൊണ്ട് ഒരുപാട് കരിഞ്ഞു പോകരുത്. ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് മുരിങ്ങയില. നമുക്കിനി അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇനി നമുക്കൊന്ന് ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കണം ഈ അരപ്പ്. നമുക്ക് ജാറ് കഴുകി ഒന്ന് ഒഴിക്കണം വെള്ളത്തിന്. ഈ അരപ്പൊന്ന് ചൂടാവട്ടെ ഇതിനകത്ത് കിടന്ന്. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം അരപ്പിൻ്റെ.
ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അത് നമുക്ക് അതിനോട്ട് ഇച്ചിരി ജാറ് പഴയ്ക്കാമെന്ന് ഒഴിക്കാം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ, തിളയ്ക്കരുത്. ഒന്ന് ജസ്റ്റ് ചൂടാവിയ മാത്രമേ ചെയ്യാവൂ, തിളയ്ക്കാൻ പാടില്ല. ഇതാണെങ്കിൽ നമ്മൾ കൂടുതലും ഉള്ള ചോറിന് ഏറ്റവും നല്ല ചോറിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ചോറിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒരു ചെറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലരൊക്കെ പറയുന്നതൊക്കെ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത്, പക്ഷേ ഞങ്ങളാരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ചോറിന് നല്ല അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ. നമുക്ക് ഇതിന് ഈ കറി നമുക്ക് തിളയ്ക്കാൻ പാടില്ല, ചൂടാവിയ മാത്രമേ ചെയ്യാവൂ. കണ്ടേ, ഇതിന് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം, ഉപ്പ് കറക്റ്റ് ആയോ നോക്കാം. അത് നമുക്ക് വെച്ച് അല്പം ഉപ്പൂടെ വേണ്ടിയുണ്ട്. നമുക്ക് അല്പം ഉപ്പിടാം. നമുക്ക് കഴിയുന്നത് ഈ മുരിങ്ങയില നമ്മൾ ആണെങ്കിൽ ചോറിലൂടെ തന്നെ അങ്ങ് കഴിക്കുന്നതാണ് നല്ലത്. അത് അതിൻ്റെ അയൻ്റെ അംശമുള്ളത് നമ്മൾ ചിലരൊക്കെ ആണെങ്കിൽ കളയേണ്ട. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ നമ്മൾ മുരിങ്ങയില തോരനും പോലെ വാരി കഴിക്കുന്നതാണ് നല്ലത്. ഗുണമുള്ള സാധനമല്ലേ, അത്രയ്ക്ക് നല്ല ഗുണമുള്ള സാധനമാണ്. കൂടുതൽ നമ്മൾ ഇലവർഗ്ഗങ്ങളാണ് കഴിക്കേണ്ടത്. സൂപ്പർ കറിയാണ്. ഞാൻ നോക്കി ഇപ്പോൾ എല്ലാം നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ ചോറ് തിന്നാൻ തോന്നുക. ചെറിയ ചൂടോടെ ചോറ് തിന്നാൻ നല്ലതാണ്, കൈ പൊള്ളും. നല്ല ഗുണമുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കറി ചൂടായിട്ടുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.